ഹലോ നമസ്കാരം. കുറേ നാളായിന്നറിയാം, കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. കൂടുതലൊന്നും വീഡിയോ എടുക്കാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്താടാ എന്ന് വിചാരിച്ച് ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ആദ്യം നിങ്ങൾ കണ്ടിട്ട് വാ, എന്നിട്ട് ഞാൻ ഇപ്പോഴത്തെ വിശേഷങ്ങൾ പറയാം. ഓക്കേ ഗൈസ്, ഇവിടെ സോലാർ ഇക്ലിപ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ അവിടെ ഒന്നും കാണാൻ പറ്റില്ല. ഈ സാധനം ഫുള്ള് ബ്ലാക്കാണ്. കാരണം എനിക്ക് അപ്പുറത്തെന്താ ക്യാമറ ഒന്നും കാണാനില്ല. പക്ഷേ സൂര്യനെ ഞാൻ കാണിക്കാൻ നോക്കാം. ക്യാമറ അടിച്ചു പോകുന്നതാണ് പറഞ്ഞത്. എന്നാലും ഞാൻ റിസ്ക് എടുത്ത് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോവാണ്. ഇതാണ് ചാക്കോച്ചൻ. എന്താ ചെയ്യാൻ പ്ലാൻ എന്ന് പറഞ്ഞത് ഇങ്ങനെ നോക്കിയിട്ട് കാണാണ്ടോന്ന് അറിയില്ല. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വെച്ച് കാണാണ്ടോ? കാണാണ്ടാ? ഓ നിങ്ങളൊക്കെ ഭാഗ്യം. ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നില്ലടാ. ഗ്രഹണം ഭയങ്കരമായിട്ട് അടിക്കണ്ടല്ലേ കണ്ണുമക്ക് അല്ലേ? ആരെയും നോക്കുന്നുണ്ടോ? ഇവിടെ കമ്പ്യൂട്ടറിൽ ഇതാണ് ചാക്കോച്ചൻ. ചാക്കോച്ചൻ അപ്പൊ ഞാൻ ഇവിടെ കമ്പ്യൂട്ടറിൽ ഇത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നോക്കിയിട്ട് ഇതാണ്ട എത്രമാത്രം ആക്ഷേപം ഉണ്ടായിട്ടാണ് ഞാൻ വീഡിയോ എടുക്കണേന്ന് എനിക്ക് അറിയുന്നത്. ഇതെന്തായാലും പട്ടി ഓരോ വോട്ടും കോൺഗ്രസിന്. അതെ അതെ. അപ്പൊ ഇവരെന്താ ചെയ്യണെന്ന് കണ്ടില്ലേ? ഇവിടെ ഞാൻ ഒരു ഞാൻ നല്ലവനായി കാരണം ഞാൻ ഒന്നും പറയുന്നില്ല. റെക്കോർഡ് ചെയ്യുന്നോണ്ടൊന്നും പറയില്ലെന്ന് പറയും. നീ ഈ സംഭവം ഞാൻ ഇവിടെ വെച്ചിട്ട് ഇത് നോക്കിക്കൊണ്ടിരിക്കുക. ഇതങ്ങാനും ഫുള്ളാവുമ്പോ ഞാൻ പുറത്തു പോയി ശരിക്കുള്ള ഇക്ലിപ്സിന്റെ വീഡിയോ എടുക്കാം. അത് പോകുമ്പോ ഇപ്പൊ ഇരുട്ടായിട്ട് ഗൈസ്, ഇരുട്ട് ചുറ്റുപാട് മൊത്തം ഇരുട്ടാണേ. വലുതായിട്ട് ഇരുട്ടായിട്ടില്ല. ഇപ്പൊ അത് ഇങ്ങനെ ആയിട്ട് നേരത്തെ വീഡിയോ വെച്ച് നോക്കുമ്പോ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. യെസ്, എൻ്റെ ബാക്കിലാണ് വിത്ത് മീ ക്യാമറമാൻ ജിൻഡോ. ായിരിക്കുന്നു. ചാക്കോച്ചൻ വീഡിയോ എടുക്കുന്നത് ഇവിടെ. പക്ഷെ 3 മണി വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഇരുട്ടാണ്. ഒരു 7 മണി ഫീൽ വരുന്നുണ്ട് ഗൈസ്. മൊത്തത്തിൽ ഇരുട്ടായിരിക്കുന്നു. ഒന്നും കാണാനില്ല, ഫുൾ ഇരുട്ടായിരിക്കുന്നു. ഓ മാൻ, ഞാൻ കണ്ണടച്ചോണ്ടാ നോക്കണേ. ഇത് നോക്കാൻ പാടില്ല. ഇതാണ് ഗൈസ്, ഇതാണ് സംഭവം. ഫുൾ ഇരുട്ടാണ് ചുറ്റുവട്ടം മൊത്തം. അത് ചാക്കോച്ചനായിരുന്നേ. 3 മണി ആയിട്ടുള്ളൂ. ഇരുട്ടായി ഫുൾ ഇരുട്ടായി. ഇത് ഇപ്പൊ ലിറ്ററലി ഇത്തിരി നേരം കഴിഞ്ഞത് ബാക്കിൽ മൂണുണ്ടാവേ. എവിടെ പോയി? ആ സാധനം ഇത് ടോർച്ച് ലൈറ്റാ. എവിടെ പോയി മൂൺ? ഇത് മൂൺ. അപ്പോൾ ഇത്തിരി നേരം കഴിയുമ്പോൾ വീണ്ടും സൂര്യൻ വരും. ഞാൻ അപ്പോൾ വീണ്ടും കാണിക്കും. സൂര്യനല്ല, ഐ മീൻ സൂര്യൻ വീണ്ടും വരും. ഇപ്പൊ മൂൺ കവർ ചെയ്തിരിക്കും കേട്ടോ. ചെറുതായി വെളിച്ചം വന്നു തുടങ്ങി. ഓ ഞാൻ ഇന്ത്യയിലുണ്ടായിരുന്ന സമയത്ത് ഈ സംഭവം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അന്ന് ഞാൻ ഇത് ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. അത് ഞാൻ വീട്ടിൽ കിടന്ന് ഉറങ്ങായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ അടിപൊളി എക്സ്പീരിയൻസ്. ക്ലിപ്സ് ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര നന്നായിട്ട് വിറ്റ്നസ് ചെയ്യണേ. താങ്ക്സ് ടു ദിസ് ഗ്ലാസ്. ഇത് കാരണം എൻ്റെ കണ്ണ് രക്ഷപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കും. നാളെ അറിയാം, എനിക്ക് നാളെ കാഴ്ച ഉണ്ടോന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടത് മറ്റേ ഇക്ലിപ്സിൻ്റെ സോലാർ ഇക്ലിപ്സ് ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു കിങ്സ്റ്റണിൽ. അത് ഏറ്റവും നന്നായിട്ട് വിസിബിളായിട്ട് കാനഡയിൽ കണ്ടത് തന്നെ നയഗ്രയിലും കിങ്സ്റ്റണിലാണ്. അപ്പോൾ അത് വിറ്റ്നസ് ചെയ്യാൻ നല്ലൊരു ഭാഗ്യം ഉണ്ടായി. അതുകൂടാതെ ഇപ്പോൾ എവിടേക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ ഞാനൊരു മലയാളിയാണ്, ഞാനൊരു വലിയ ഫിലിം എന്തൂസിയാസ്റ്റ് ആണ്. അപ്പോൾ 2 സിനിമകൾ ഇറങ്ങി, 3 സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ അടുത്ത് വർഷങ്ങൾക്ക് ശേഷം. പിന്നെ നമ്മുടെ ആവേശം, ജയഗണേഷും ഇവിടെ ഓടുന്നില്ല. ആവേശവും വർഷങ്ങൾക്ക് ശേഷം കാണാൻ വേണ്ടി മാത്രം 3 മണിക്കൂറുണ്ട്. ഇപ്പം ട്രാഫിക് ബ്ലോക്ക് കാരണം 3 മണിക്കൂർ വണ്ടി ഓടിച്ച് പോയി കാണാം.
ഇവിടുന്ന് ടോട്ടൽ അറൗണ്ട് 250-260 കിലോമീറ്റേഴ്സ് ഉണ്ട് വൺ വേ. അപ്പോൾ ഇപ്പം ഞങ്ങൾ എത്തുന്നത് 6:15 ഷോ. ഇപ്പം ഞങ്ങൾ എത്തുമ്പോൾ 6:21 5 മിനിറ്റ് പരസ്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ സിനിമ കാണാൻ ഉള്ള ബുദ്ധിമുട്ട് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് വിചാരിക്കുന്നു. നല്ല മഴയാ. ബൈ ദ വേ വിന്ററൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ സ്പ്രിംഗ് ആണ്. ചെറിയൊരു തണുപ്പും ഇടയ്ക്ക് ഈ മഴയും, അതാണ് സംഭവം. ചൂട് കുഴപ്പമില്ല കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ചൂടുണ്ട്. പക്ഷെ നല്ലൊരു വെതറിലേക്ക് ഇതുവരെ ആയിട്ടില്ല. ടൊറന്റോ എത്തി. പക്ഷെ ഇവിടുന്ന് എട്ടോബിക്കോക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഈ സിനിമ, എൽബിയോൺ സിനിമ. ഇനി അറൗണ്ട് ഒരു 45 മിനിറ്റ്സും കൂടി ബാക്കിയുണ്ട്. ആ ബ്ലോക്കായ കാരണമാണ്. യൂഷ്വലി ഒരു 20 മിനിറ്റിൻ്റെ വഴിയുള്ളൂ. എൽബിയോൺ എത്തിയിരിക്കുന്നു ഗൈസ്. ഇപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ഇപ്പോൾ പരസ്യം നടന്നുകൊണ്ടിരിക്കുക. സിനിമ കഴിഞ്ഞിട്ട് ഞാൻ വരാം. This deal is bloody sweet. എന്നെ ഭയങ്കരമായിട്ട് വെളുപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ക്യാമറയ്ക്ക് എന്നോട് ഭയങ്കര സ്നേഹം തോന്നുന്നു. ഞാൻ വീഡിയോയില്ല, അത് എന്നിട്ട് എന്തൊരു പറയണ, സോറി. അപ്പോൾ സിനിമ കണ്ട് ഇറങ്ങി. എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. നല്ല ഫീൽ ഗുഡ് ആയിട്ടുള്ള മൂവി. എല്ലാവർക്കും പോയി കാണാം. എല്ലാവരും കണ്ടു കാണണ്ടാവും. ഞാൻ ഓൾറെഡി 5 ദിവസം കഴിഞ്ഞിട്ടാണ് കാണുന്നത്. അരമണിക്കൂർ കഴിഞ്ഞാൽ ആവേശത്തിന് കയറും. ഇപ്പം അരമണിക്കൂർ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുക. വണ്ടിയുടെ ഉള്ളിൽ കയറി വന്നു. ഇപ്പോൾ തണുപ്പുണ്ട് ചെറുതായിട്ട് പുറത്ത്. എല്ലാം പോയി കഴിച്ചാലോ എന്നല്ലോ. സിനിമയുടെ എല്ലാം 2 വർഷം പോപ്കോൺ വാങ്ങിച്ച് വെച്ച്. ഞങ്ങൾ ആദ്യം മീഡിയം പറഞ്ഞപ്പോൾ ഒരു സ്മോൾ വന്നു. ഒരു ലാസ്റ്റ് മീഡിയം വാങ്ങിച്ചത് ലാർജ് ആയി പോയി. അത് മീഡിയം അവര് പറയുന്നു, ഇവള് പറയുന്നു, പക്ഷെ അത് സ്മോളാ. പിന്നെ ഏതൊരു കഫേയിൽ 10 മിനിറ്റ് കൂടെ ഉള്ള സിനിമ തുടങ്ങാം. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഏതൊരു കഫേയിലേക്ക് വിളിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. ഞാൻ പോയി നോക്കട്ടെ. എന്തോ ഇവിടെ ചീസ് കേക്കും കേക്കുകളൊക്കെയാണ് ഇവിടെ മെയിൻ. വലിയ സ്ഥലമാട്ടോ. ഞങ്ങൾ വാങ്ങിച്ചത് ആ ഒരു ചീസ് കേക്ക്, ഈ തിറമിസു, പിന്നെ ആ ബ്രൗണി. അവിടെ നിന്ന് 3 കേക്കാണ് വാങ്ങിച്ചത്. ഞാൻ നേരത്തെ കാണിച്ചത്. ഇപ്പോൾ എന്താ തിറമിസുവാ. ഇത് തിറമിസു. നല്ല ടേസ്റ്റ് ഉണ്ട്. 3 കേക്കിന് $30. ദാറ്റ്സ് എക്സ്പെൻസീവ്. പക്ഷെ അത്യാവശ്യം വലിയ പീസുകളല്ലേ. വലിയ മധുരം തോന്നില്ലല്ലോ അല്ലേ? ഞാനേ തിരിച്ചടുത്ത സിനിമയുടെ സമയമായി. ഞാൻ അവിടേക്ക് വണ്ടി പിടിക്കാം. ഓക്കെ, അടുത്ത സിനിമയ്ക്ക് കയറാൻ പോകുന്നു ഗൈസ്. ഇപ്പൊ വണ്ടി കയറിയുള്ളൂ. അടിപൊളി പടം. ആവേശം. എനിക്ക് വർഷങ്ങൾക്ക് രണ്ട് വൈബ് മൂവിയാണ്. പക്ഷെ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചിരി നിർത്താൻ പറ്റില്ല. ലൈക്ക് തിരിച്ച് ചത്തു. അടിപൊളി പടം. അടിപൊളി. എല്ലാം കൊണ്ടും അടിപൊളി. അഭിനയിച്ച എല്ലാരും അടിപൊളി. ഫഹദ് അടിപൊളി. ആ 3 പിള്ളേരും, ആ ബിബി എന്ന് പറഞ്ഞതൊക്കെ എന്റെ മോനെ. ഓഫ്, അടിപൊളി. എല്ലാരും കാണണം. അടിപൊളി സിനിമ. അമ്മേ, ഞങ്ങൾ ഇനി തിരിച്ച് 3 മണിക്കൂർ ഓടിക്കാണ്ട്. അതിൻ്റെ ഇടയിൽ കേരള നൂക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് കയറി ചായ കുടിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. വയറ് നിറഞ്ഞു. മറ്റേ എന്തൊക്കെ ഈ പോപ്കോണും തേങ്ങയും മാങ്ങയൊക്കെ തിന്നിട്ട്. എന്നാൽ ഓക്കെ, ഞാൻ കാണാം. കേരള നൂക്കിൻ്റെ പ്ലാൻ ചെറുതായിട്ടൊന്ന് ക്യാൻസൽ ചെയ്തേ. പെട്ടെന്ന് എത്തിയാൽ മതി. കാരണം 4 മണിയാവും ഇനി വീട്ടിലെത്തുമ്പോൾ. അപ്പോൾ ആ പ്ലാൻ ക്യാൻസൽ ചെയ്ത് ഞങ്ങളിപ്പോൾ സ്റ്റാർബക്സിൽ ഇവിടെ ഓൺ റൂട്ട് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും. ലൈക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു തോന്നുന്നുണ്ട്. ഈ ഒണ്ടാരിയോയില് ബാരി തൊട്ടിട്ട് മോൺട്രിയാൽ എന്ന് പറഞ്ഞൊരു പ്രൊവിൻസ് ഉണ്ട്. അവിടം വരെ ഫുള്ള് ഇങ്ങനത്തെ ഒരു സ്ഥലമുണ്ട്. അവിടെ പെട്രോൾ പമ്പ് എല്ലാം ഉള്ളതാണ്. അപ്പോൾ അവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റാർബക്സ്, ഇവിടെ കണ്ട പോലെ പെട്രോൾ പമ്പ്, അപ്പുറത്ത് ടിം ഹോട്ടൽസ്, അങ്ങനത്തെ ചായക്കട, പിന്നെ വാഷ്റൂം ആണെങ്കിൽ വാഷ്റൂം, വല്ല ചാർജറും സാധനങ്ങളൊക്കെ വാങ്ങിക്കുക, അതിനുള്ള കടകളൊക്കെ ഉണ്ടാവും. ഇപ്പം അവിടെ എത്തി നോക്കുക. ചായ വാങ്ങിച്ച്
തിരിച്ച് വണ്ടി പെട്രോൾ അടിച്ച് തിരിച്ച് വീട്ടിലേക്ക് എത്താൻ നോക്കണം. ഉറക്കൊന്നൊരു ചാവ, നല്ല പൊട്ട വെതറ കിട്ടിയ ചായ കിട്ടിയില്ലാണ്ട്. We are currently closed. Please visit us again during our normal business hours. ഓക്കെ, അത് കടച്ചു. അപ്പോൾ ആ കാര്യത്തിൽ തീരുമാനം. ഗുഡ് മോർണിംഗ്. ഇന്നലെ വന്ന് കിടന്നുറങ്ങിയപ്പോൾ 5 മണിയായി. 5. അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല, ചത്തു വത്തിയത് കിടന്ന്. ഇപ്പോൾ ഇത് എനിക്ക് ഞാൻ ഇപ്പോൾ ജോലിയില്ല. അന്ന് തേഴ്സ്ഡേ ആണ്, അപ്പോൾ വലുതായിട്ട് പണിയില്ല, വർക്ക് ഫ്രം ഹോമാണ്. പിന്നെ സിനിമയെ കുറിച്ച് ചോദിക്കാൻ വെച്ചാൽ എനിക്ക് വർഷങ്ങൾക്ക് ശേഷം ഇഷ്ടമായി. പക്ഷേ ഏറ്റവും ഇഷ്ടമായത് ആവേശമാണ്. അത് എല്ലാവരും പോയി കാണാം, അത്ര അടിപൊളി പടം, എല്ലാവർക്കും ഇഷ്ടവും. പിന്നെ ഇത് ഇവിടെ എന്താ ഇത്ര ദൂരം, കിങ്സ്റ്റണിന്ന് 3 മണിക്കൂറിൻ്റെ അടുത്ത്, 2.5 മണിക്കൂർ ഉണ്ടാവുള്ളൂ. നല്ല ട്രാഫിക് കാരണം 3 മണിക്കൂർ ദൂരെ പോയിട്ട് സിനിമ കാണേണ്ട അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ ഈ കാർട്ടൽസ്, ഈ മറ്റേ ഗ്യാങ് ഇല്ലേ, മറ്റേ എന്താ പറയുക, തീവ്രവാദികളല്ല എന്നാലും അങ്ങനത്തെ കുറേ ഗ്യാങ്സ് കാരണം ഇവിടെ അങ്ങാനും സൗത്ത് ഇന്ത്യൻ മൂവീസ് ഇങ്ങനത്തെ ഇവിടെ ലൈക്ക് നിങ്ങൾ നമുക്ക് നാട്ടിൽ PVR ഒക്കെ ഉള്ള പോലെ ഇവിടെ സിനിപ്ലെക്സ് എന്ന് പറഞ്ഞ സംഭവം അവിടെയൊക്കെ ഇറക്കാൻ ചെയ്യും. കിങ്സ്റ്റൺ ഉണ്ട് സിനിപ്ലെക്സ്, അവിടെയൊക്കെ ഈ മലയാള സിനിമകൾ ഇറക്കാൻ ചെയ്യും. ഇവർ വന്ന് വെടിവെച്ച് ചില്ലൊക്കെ പൊട്ടിക്കും, അല്ലെങ്കിൽ ഇവർ വന്ന് ആക്രമിക്കും എന്നുള്ള രീതിയിൽ അവരൊരു ഇത് തരുന്നുണ്ട്, എന്താ പറയുക, ത്രെട്ട് തരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം ഇങ്ങനെ റിലീസ് ചെയ്തപ്പോൾ അവിടെ തിയേറ്ററൊക്കെ പോയി വെടിവെച്ച് പൊട്ടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാരണമാണ് ഇവിടെ ലോക്കലായിട്ടുള്ള സിറ്റീസിലൊന്നും ഇങ്ങനത്തെ PVR പോലത്തെ സ്ഥലങ്ങളിലൊന്നും ഇവിടെ എന്താ പറയുക സിനിമ ഇറക്കാത്ത. PVR അല്ല, സിനിപ്ലെക്സ്. അപ്പോൾ അവിടുത്തെ ലോക്കൽ തിയേറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ നാട്ടിൽ രാഗം, ഗാനം അങ്ങനത്തെ സംഭവമുള്ള പോലെ അവിടെ എൽബിയോൺ, യോർക്ക് അങ്ങനത്തെ കുറേ ലോക്കൽ തിയേറ്റേഴ്സ് ഉണ്ട്. അവിടെയാണ് ഈ മലയാള സിനിമകൾ ഓടണേ. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എനിക്ക് അറിയില്ല, എല്ലാം എഡിറ്റൊക്കെ ചെയ്യുമ്പോൾ 10-15 മിനിറ്റ് ഉണ്ടാവും തോന്നുന്നു. കണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനൊന്നും പറയാത്ത എന്തെങ്കിലും ചെയ്യാം. അതാ ബൈ.